നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ മലേഷ്യക്ക് വിട്ടാലെന്നൊരു ആലോചനയും എനിക്കില്ലാതില്ല. അല്ല, അതിനുള്ള വകുപ്പുകളും ചിറ്റപ്പൻ ഉണ്ടാക്കി തരും. എടാ, നമ്മുടെ വീടും പറമ്പും ഒക്കെ വെച്ചിട്ടാ നമ്മൾ ഈ ബിസിനസ് നടത്താൻ പോകുന്നത്. ശ്യാമി, നീ ഇത് എവിടെയാ? ഞാൻ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ സത്യമ്മേ. എന്ത് സാധനങ്ങൾ? പപ്പിക്ക് 2-3 ബുക്ക് മറ്റും വാങ്ങിക്കാനാ. ശരി, എന്നാ പെട്ടെന്ന് മേടിച്ചോണ്ട് വാ. ശരി. പപ്പി, പപ്പി, എന്താ അമ്മ വിളിച്ചേ? വാ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോണോ? വാ പോവാം. ഇത്ര പെട്ടെന്നോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാമ്മേ. ദേ, സത്യം അവിടെ തിരക്കുന്നുണ്ട്. വൈകിയ വഴക്ക് കേൾക്കും. വാ. ടാറ്റ ശരി, സത്യം. അമ്മേ. ടാറ്റ. പോയിട്ടോ. വാ. ശാരദാമ്മേ, പപ്പിയെ കൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിളിച്ചു. ഹലോ അമ്മേ, സത്യാമ്മയുടെ ഫോൺ വന്നായിരുന്നു. അതുകൊണ്ട് ശ്യാമ പെട്ടെന്ന് പോയി. സത്യയുടെ അച്ഛൻ സ്കൂളിൽ വന്നതിന്റെ പേരിൽ വലിയ വഴക്കൊക്കെ ഉണ്ടായെന്നാ ശ്യാമ പറഞ്ഞത്. വിഷ്ണു വരെ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാ അവള് പറഞ്ഞത്. അവളുടെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മേ ഞാൻ ധൃതി കാണിച്ചു പോകുന്നത്. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടി അമ്മ കൊടുക്കുക? സത്യം പറയാൻ പറ്റുമോ? പപ്പിയും സത്യം അവിടെ ഇല്ലേ? എത്ര നാളെ ഇങ്ങനെ മൂടി വെക്കുക? എടി, ശ്യാമയുടെ അടുത്തെങ്കിലും ഒന്ന് പറയണ്ടേ? വരട്ടെ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് ശ്യാമയോട് പറയാം. രാഘവേട്ട, ചായ സൂക്ഷിച്ച്. എടാ, നിനക്ക് ചായ വേണോ? വേണ്ട, ഞാൻ പുറത്തേക്ക് പോവാ. നിന്നെ, നീ ഇപ്പൊ പുറത്തു പോയാൽ എങ്ങനെയാടാ? ഉപേന്ദ്രൻ വക്കീലിനെയും കൂട്ടി ഇപ്പോഴിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്തൊക്കെയോ ഡോക്യുമെന്റുകളിൽ നമ്മളെല്ലാവരും ഒപ്പിടണമെന്ന്. അല്ല, ഞാനെന്തിനാ ഒപ്പിടുന്നേ? പിന്നെ വേണ്ടേ? സർക്കാരിലേക്ക് നമ്മുടെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നേ. അപ്പൊ പിന്നെ എന്റെ അവകാശം എന്ന നിലയിൽ നീ ഒപ്പിടണം. പിന്നീട് ഞാനായിട്ടെടുത്ത തീരുമാനം ആരും പറയത്തില്ലല്ലോ. രാഘവേട്ടൻ ഇപ്പോഴും ഉപേന്ദ്രനെ ശത്രുപക്ഷത്തെ കാണുന്നത്. ഒന്നോർത്ത അവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മലേഷ്യയിൽ ഇട്ടുമൂടാനുള്ള സ്വത്ത് അവനുണ്ട്. പിന്നെ ഇവിടെ ബിസിനസ് തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാ സ്വന്തം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ ഒന്നും വന്നു പോകാൻ. അതിപ്പോ ഏത് മറുനാട മലയാളിക്കും അങ്ങനെ ഒരു ഇഷ്ടം കാണും. അല്ലാതെ നമ്മളെ ചതിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാ? അവനല്ലെങ്കിലും പണ്ടേ ഇങ്ങനെ തന്നെ. എന്ത് ചെയ്താലും അവനല്ല കിട്ടിക്കൊണ്ടിരുന്നതേ, എനിക്ക് തന്നെ. ഉരുളി വരെ കട്ട ചരിത്രമുണ്ടേ.
എന്നിട്ട് അടി കിട്ടി എനിക്കും. ആ ഓ, അപ്പൊ പുള്ളി നല്ല കേമനായിരുന്നു. കേമനായിരുന്നോന്നോ? 1-ാം ക്ലാസ്സിൽ ചേർത്തപ്പം മുതല് സ്ലേറ്റ് പെൻസിൽ തുടങ്ങിയ കളവാ. അതിവിടെ നാട് വിടുന്നവരത് മാറ്റിയിട്ടുമില്ല. അത് കഴിഞ്ഞിപ്പോ പദവിയും പണവും പ്രതാപമൊക്കെ വന്നു കഴിഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാനും പാടില്ല. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ചിറ്റപ്പന്. ഞാൻ അച്ഛൻ പറയുന്നത് കേട്ട് മൊത്തത്തിൽ മലേഷ്യയിലെ സ്വത്ത് വിവരങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സെർച്ച് ചെയ്തു. ഉള്ളതാണെന്നേ. 1-2 പെട്രോൾ പമ്പും റിസോർട്ടും ഫർണിച്ചർ ബിസിനസ്സും ഒക്കെ ആയിട്ട് മലേഷ്യയിലെ നല്ലൊരു ചിഹ്ന മുതലാളി തന്നെയാ ചിറ്റപ്പൻ. ഇതൊന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ മലേഷ്യക്ക് വിട്ടാലെന്നൊരു ആലോചനയും എനിക്കില്ലാതില്ല. അല്ല, അതിനുള്ള വകുപ്പുകളും ചിറ്റപ്പൻ ഉണ്ടാക്കി തരും. എടാ, നമ്മുടെ വീടും പറമ്പും ഒക്കെ വെച്ചിട്ടാ നമ്മൾ ഈ ബിസിനസ് നടത്താൻ പോകുന്നത്. നീ ഇതൊക്കെ വിട്ടിട്ട് അങ്ങോട്ടെങ്ങാനും പോയാ പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താവും? അതിന് നമ്മുടെ ആധാരം എന്ന് സർക്കാരിന്റെ പെട്ടി തന്നെ ഇരിക്കത്തൊന്നുമില്ല. കരാർ തീരുമ്പോ നമ്മൾ അത് തിരിച്ചെടുക്കത്തില്ലേ? ആദ്യത്തെ മരം മുറിക്കലിൽ തന്നെ നമ്മൾ മുടക്കുന്ന തുകയുടെ 6 ഇരട്ടിയാ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നേ. അത് തന്നെ മതി നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ. എനിക്ക് വലിയ വലിയ കണക്കുകൾ കേൾക്കുന്ന എന്നെ പേടിയാ. രോഹിത് ഉപേന്ദ്രൻ ചിറ്റപ്പനുമായിട്ട് ചേർന്ന് ഇത് ചെയ്യുന്ന എന്നെ എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യ. പിന്നെ എല്ലാരും കൂടി പറഞ്ഞോണ്ടാ ഞാനും സമ്മതിച്ച്. എടാ രോഹിത്തെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നീ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണ്ട. അമ്മയോടും കൂടിയാ. അതെ, ഞാൻ അപ്പോ പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുന്നേ, എന്റെ അനിയനെന്ന നിലയിൽ നിങ്ങൾ ആരും ഒരു തീരുമാനം എടുക്കണ്ട. പിന്നെ കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കാര്യങ്ങൾ നീക്കിയാൽ മതി. അതിനിപ്പോ 1-2 ദിവസത്തെ താമസം എടുത്തിട്ടാലും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ ബിസിനസ്സുമായി ആ വഴിക്ക് പോകാൻ നിൽക്കണ്ട. കരാറും കൊണ്ട് കാശ് സ്വാധീനമുള്ളവരങ്ങ് പോവും. അതെ, ആ ദാസന്റെ ഒറ്റ ഉറപ്പില്ല നമുക്കിപ്പോ ഇത് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേന ഇതൊന്ന് തട്ടിക്കൂട്ടി എടുക്കാന്ന് വിചാരിച്ചപ്പോ അതില് പിന്നെ ഇടങ്കോലിടാൻ വരുവാ. രാഘവേട്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ സംശയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ഇനിയിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.